ഹായ് ഫോക്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ വണ്ടിയുടെ കാലിപ്പർ റെഡ് അടിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഓൾട്രോസിൻ്റെ ഡാർക്ക് എഡിഷൻ. അപ്പോൾ ആൾ അലോയിലൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാലിപ്പർ ഞങ്ങൾക്ക് റെഡ് ആക്കാനാണ്. അപ്പോൾ ആ റെഡ് ഞങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ടാണ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. Lost in your shadow, don't feel alone, don't scream so loud, we are living in this cruel world. ജാക്കി പോയിന്റിൽ കറക്റ്റായിട്ട് വേണം വെക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ റണ്ണിങ് ബോർഡ് നമുക്ക് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ അലോയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് റെഡ് പെയിൻറ്റ്. ക്ലീൻ ചെയ്യാനുള്ള തിന്നർ, മാസ്ക് ചെയ്യാനുള്ള പേപ്പർ ആൻഡ് മാസ്കിങ് ടേപ്പ്. ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇത്ര മതി. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ തിന്നർ ക്ലീൻ ചെയ്യാൻ പോവാണ്. തിന്നർ ക്ലീൻ ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ച് വേണം, അധികം എടുക്കരുത്. വളരെ കുറച്ചെടുത്ത് തിന്നർ ക്ലീൻ ചെയ്യുക. തിന്നർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെയിൻറ്റ് അടിച്ച് തീർക്കുകയും ചെയ്യാം. ഓക്കെ, സമയം എടുത്ത് ചെയ്യുക, അധികം തിരക്കൊന്നും വേണ്ട. ഒരു സ്റ്റിയറിംഗ് ഒന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കുക. ആ മതി മതി, കുറച്ചുകൂടി തിരിച്ചോ, ഫുള്ളടിച്ചോ. യാ ആ ഒടിച്ചോ. ആ മതി അവിടെ കുറച്ച്. ആ മതി, തീർന്നു. Fire went out, lights went down, when you feel lost in your shadow, don't feel alone, don't scream so loud, we are living in this cruel world, broken but strong, gotta move on, you're not a bakery of life. ഇതൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചു, പെയിൻറ്റ് നല്ലോണം വരാൻ വേണ്ടിയിട്ട്. വാം വാട്ടറിലിട്ടാൽ മതി. വാം വാട്ടറിലിട്ടിട്ട് നല്ലോണം ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് നല്ല ഇവനായിട്ട് കിട്ടും. അതേപോലെ നമ്മളിവിടെ എല്ലാം പ്രോപ്പറായിട്ട് മാസ്ക് ചെയ്തിട്ടുണ്ട്. സ്പ്രേ ചെയ്യുമ്പോൾ ഒട്ടും വണ്ടിയുടെ ബോഡിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര മാസ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതൊന്നും നമ്മൾ മാസ്ക് ചെയ്തിട്ടില്ല, കാരണം ഇത് വലിയ ഇഷ്യൂസ് ഇല്ല. നമുക്ക് മാസ്ക് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഇല്ല. ചിലത് മാസ്ക് ചെയ്ത് ചെയ്യുന്നത് കാണാം. പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാസ്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ചെയ്യേണ്ട. കാരണം നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. അത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നീട് ഇതൊക്കെ ക്ലീൻ ചെയ്താണ്, ഇതൊന്നും കാർബൺ പോകാത്ത ഇഷ്യൂസ് ഇല്ല, നമുക്ക് നോക്കണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബേസ് കോട്ടാണ് അടിച്ചിടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ കോട്ട് നമ്മൾ ചെയ്യും. നമുക്ക് ഒറ്റയടിക്ക് ഫുൾ അടിക്കണ്ട. നമ്മളിവിടെ പ്രൈമർ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇത് തന്നെയാണ് പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്സ് നമ്മൾ ഇവിടെ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ബേസ് കോട്ട് കൊടുത്തേക്കുന്നത്. ബേസ് കോട്ട് മാത്രമാണ് ഇത് ഡ്രൈ ആയിട്ട് വേണം നമ്മളിനി അതിൻ്റെ ഫൈനൽ കോട്ട് കൊടുക്കാനായിട്ട്. ഫൈനൽ കോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലാക്ക് ഒക്കെ മാറിയിട്ട് ഫുൾ റെഡിലോട്ട് മാറും. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഫുള്ളായിട്ട് അടിച്ച് ഇതാക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഫൈനൽ കോട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ കാണും. നിങ്ങളിപ്പോൾ കണ്ട പോലെ ഈ ചിലപ്പോൾ ഈ റോട്ടറിലൊക്കെ ചെറിയ ചെറിയ പെയിൻറ്റ് ഉള്ളതായിട്ട് കാണും. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. അത് ജസ്റ്റ് ബ്രേക്ക് പിടിച്ചിട്ട് ഒന്ന് റൺ ചെയ്ത് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും റോട്ടറൊക്കെ ക്ലീൻ ആവും. പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ ഗൈസ്, വണ്ടിയിൽ ഇവിടെ ഏതോ ഒരാൾ നമുക്ക് ഇവിടെ സ്ക്രാച്ച് ചെയ്തിട്ട് പോയി. അപ്പോൾ സ്ക്രാച്ച് നമ്മൾ വീട്ടിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഇത് ഹാർഡ് സ്ക്രാച്ച് അല്ലെന്ന് പ്രതീക്ഷിക്കുന്നത്, ക്ലിയറുടെ പുറത്ത് വന്ന സ്ക്രാച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ബേസിക് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത് ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിത് കട്ടിങ് കോമ്പൗണ്ടാണ് ഇട്ടേക്കുന്നത്. അത് ഇട്ടിട്ട് നമ്മൾ ഇത് പിടിച്ചില്ല, ലൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. പ്രസ് ചെയ്യുക, ലൈറ്റായിട്ട് നമ്മൾ പോളിഷ് ചെയ്യുന്നുണ്ട്.
സ്ക്രാച്ച് ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ഇച്ചിരി ഹാർഡായിട്ടുള്ള സ്ക്രാച്ച് ആയിരുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സ്ക്രാച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ടൈം കൊണ്ട് നമ്മൾ സ്ക്രാച്ച് ടൈം കളഞ്ഞ സമയം കൊണ്ട് ഇത് ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഫൈനൽ കോട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇത് ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. കേട്ടോ, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി. അപ്പോൾ നമ്മളിവിടെയൊക്കെ റബ്ബർ പാച്ച് മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കെയർഫുള്ളി ഇത് റിമൂവ് ചെയ്യണ്ട. റബ്ബർ പാച്ചൊക്കെ നമ്മൾ സേഫായിട്ട് റിമൂവ് ചെയ്യുക. ഇത് നമ്മൾ നിപ്പിളും കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ഓഡ്നെസ് വരത്തില്ല. അപ്പോൾ നമ്മൾ വെളിയിൽ കൊടുത്ത് പെയിൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ആയില്ല, അങ്ങനെയുള്ളൊരു ഇഷ്യൂ വരില്ല. ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാലിപ്പർ പെയിൻറ്റിൻ്റെ ഫൈനൽ ഫിനിഷാണ്. ഇനി വീലിട്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. അപ്പോൾ ഫോക്സ് നമ്മൾ ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ വണ്ടിക്ക് നമ്മൾ വീല് നമ്മൾ നെറ്റ് ടൈറ്റ് ചെയ്തു. പക്ഷേ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക സേഫ്റ്റിക്ക് വണ്ടി വീല് ടോക്ക് റിഞ്ച് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ടയർ ഷോപ്പിലോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മൾ ടോർക്ക് ചെയ്യും നെറ്റ് സ്ഥലം. ഓക്കെ,